കരിക്കിട്ട് കുടിച്ചാലോ? ഈ വീട് വാടക വീടായി. ഇതിൻ്റെ ഉള്ളിൽ പോയവർ ഇതുവരെ തിരിച്ചൊന്നില്ല. നോക്കാം. ഗീറ്റും തുറന്നെടുക്കുന്നുണ്ടല്ലോ. മണിയാടി പോയി. എടാ അജു, നീ ബെല്ലടിച്ചോട്ടാ. അല്ല വേണ്ട, അങ്ങനെ ബെല്ലടിക്കാം. ഈ ചേച്ചി എങ്ങനെ ഇവിടെ എത്തിയ? അമ്മ എനക്കറിഞ്ഞൂടാ. ഹലോ, നിന്റെ അമ്മയും അച്ഛനെല്ലാം കൊടുത്തു. എനിക്ക് അമ്മയും അച്ഛനല്ല, ഞാൻ ഇവിടെ ഒറ്റക്കാം. അല്ല, അപ്പൊ ഈ വീട്ടില് പണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരോ? മരിച്ചു പോയായിരിക്കൂലേ? അവരിപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവർ ഈ വീട്ടിലല്ല. പിന്നെവിടാ? അവരിപ്പൊ പാർക്കിലാ ഉള്ളേ. നീ ആ വളവിലുള്ള ഊഞ്ഞാല് അനങ്ങുന്ന കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ ആ പാർക്കിൽ ഇതുവരെ പോയിട്ടില്ല. ചെറുപ്പത്തിൽ പോയായിരുന്നു. എന്തേ? അവിടെയാണ് എന്റെ കൂട്ടുകാരനുള്ളത്. ചേച്ചി ഓടിക്ക്, ഇതേതോ പിശാചാണ്. ഏതോ ഭാഗ്യത്തിന് പിശാച് ആ പിശാചിന്റെ അടുക്കുന്ന് രക്ഷപ്പെട്ടു തന്നെ. എന്റെ കൂടെ കളിക്കാമോ? ഇത് എവിടെ കണ്ടു പരിചയമുണ്ടല്ലോ. ഇതല്ലേ നേരത്തെ പിശാചി? ഇവള് എനക്ക് നേരവണ ഓർമ്മയില്ല. പക്ഷെ എനിക്ക് തോന്നി ഇവളല്ലാതാന്ന്. എന്നാ കളിക്കാം. നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ? കളിക്കാ. ഓക്കെ. ഞാൻ എണ്ണ. എണ്ണണ്ടേ? 50 എണ്ണിക്കോ. 1 2 3 4. എടാ അജു, നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് കളിക്കാം. 11 12 13 14 15 16. ബാ, നമുക്കിവിടെ കളിക്കാം. ബാ, ഇവിടെ മതി. ബാ, ഞാൻ കണ്ടുപിടിക്കാൻ വരുന്നേ. ഞാൻ കണ്ടു. നീ ഇങ്ങോട്ട് വന്നേ. ഒരു സെക്കൻഡ്. ഈ പിശാച് അവിടെ പോയി. ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരട്ടെ. എടാ, അവള് കാണുവേ. ഇവരൊന്നും കാണാനില്ലല്ലോ. ഓർത്തു ഓനെവിടെ പോയി? അവരൊന്നും കാണാനില്ലല്ലോ. അവര് കാണാനില്ലെന്നോ? എന്നാ ബാ, പാറേനും വിളിച്ചിട്ട് നമുക്ക് പോയി രക്ഷപ്പെടാം. ചിലപ്പോ ഓളാ പിശാചിനെ ആയിരിക്കും. ബാ. അല്ല, പാറ എവിടെ വിളിച്ചേ? അങ്ങനെ ഉണ്ടാക്കും അറിയില്ല. എനിക്കറിയാം, ഓളാ മതിലിന്റെ പുറകിലാ വിളിച്ചേ. എന്നാ ബാ, പോവാ. ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? പിന്നോളെവിടെ പോയി? ഞാൻ പറഞ്ഞില്ല, പിശാചിനെയാന്ന്. എടാ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ആരും അറിയാതെ ഓളെ വീട്ടിൻ്റെ പിറക് പോയി ഒളിക്കാം. കാരണം ഇവിടെ വന്നേക്കുന്ന മരിച്ച ആൾക്കാരെല്ലാം വീടിൻ്റെ പിറകെ ഒളിച്ചേക്കുന്ന എൻ്റെ മുത്തശ്ശി പറഞ്ഞായിരുന്നു. എൻ്റെ മുത്തശ്ശി, നിൻ്റെ മുത്തശ്ശി ശരിക്കും പറഞ്ഞേ. അപ്പോൾ നമുക്ക് നോക്കാം. സെറ്റ്. പോയിക്കോ, പരതിയിട്ട് വരാം. ആ വീട്ടുകാരെയൊന്നും കാണണ്ട. വാ, അങ്ങോട്ട് വാ. ഇവിടെ എന്താ ഇങ്ങനത്തെ ടോയ്സ് എല്ലാം? ഇവിടെ കുട്ടികളുണ്ടാ? എന്തൊക്കെയാട്ട്? പാറു, നീ എവിടെ പോയാ? ഞാൻ പറഞ്ഞിട്ടില്ലേ വേറെ എവിടെ വിളിക്കണ്ടെന്ന്. നീ എന്തിനാ ആ പെണ്ണിൻ്റെ വീട്ടിലെല്ലാം വന്ന് വിളിച്ചേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ. ഇവളെന്താ ഇവിടെ? നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടിട്ടില്ലല്ലോ. എടി, നീ എങ്ങനെ ഇവിടെ എത്തിയേ? പാറുവിനാരാ കൂട്ടിക്കൊണ്ടുവന്നേ? അപ്പൊ നിന്നെ ആരാടി കൂട്ടിക്കൊണ്ടുവന്നേ? നീയല്ലേനാ?
ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വെറുതെ പറയാൻ പാടില്ലെന്ന്. ആ പാവം കുട്ടി നീ വെറുതെ പറഞ്ഞില്ലേ? എടി എന്തായാലും നീ നിൻ്റെ വീട്ടിൽ തന്നെ പോയിക്കോ. കാരണം നമുക്കെല്ലാവരും നിന്നെ പേടിയാവും. നിന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. നിങ്ങൾ പോയിക്കോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കളിക്കാം. നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് തന്നെ കളിക്കാം. ഓക്കെ, പാറിനെ എണ്ണ്. എടാ ഞാൻ അങ്ങോട്ട് വിളിച്ചോളേ. നീ മാരം കയറിക്കോ. ഞാനപ്പുറത്ത് വിളിക്കാൻ വേണ്ടി പോന്നേ. നിന്നെ കണ്ട എന്നെ പറയരുത്. ഞാനിവിടെ വിളിച്ചോളാം. ഈ പാറ വരുന്നുണ്ട് എൻ്റെ അടുത്ത്. അതാ പാറ വരുന്നുണ്ട്. എനിക്ക് കണ്ടുപിടിച്ചോളൂ. എന്നെ കണ്ടുപിടിച്ചല്ലേ? വാ നമുക്ക് പോയി നോക്കാം. ഈ മരത്തുന്നോ? എനിക്ക് ഓനെ കാണാനില്ലല്ലോ. എന്നെ പാറ ഇവിടെ ആരും ഇല്ലണേ. അജുവും ഇല്ല, അവൻ്റെ ഒരു കുജുവും ഇല്ല. അമ്മേ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ്. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ദ ഗോസ്റ്റ് ഹൗസ് എന്നാണ് ഈ സ്റ്റോറീൻ്റെ പേര്. ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ പ്രേയുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ബൈ ബൈ.